നമസ്കാരം കൂട്ടുകാരെ. ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പില മരമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കറിവേപ്പില 6 മാസം മാത്രമല്ല, ഏകദേശം 1 വർഷം വരെ എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാമെന്ന വളരെ എളുപ്പമുള്ളൊരു രീതിയാണ്. നമ്മളിൽ പലരും കറിവേപ്പില ധാരാളം കിട്ടുന്ന സമയത്ത് പറിച്ചു വയ്ക്കും. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് വാടിപ്പോകും, കറുത്ത നിറമാകും, ചിലപ്പോൾ പൂപ്പലും പിടിക്കും. ഒടുവിൽ വിഷമത്തോടെ അത് കളയേണ്ടി വരും. പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പൂർണ്ണമായും ഒഴിവാക്കാം. ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന രീതിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ അവസാനം പറയുന്ന ചെറിയ ടിപ്പ് മിക്കവർക്കും അറിയാത്തതാണ്. അത് ശ്രദ്ധിച്ചാൽ കറിവേപ്പിലയുടെ മണവും ഗുണവും കഴിയുന്നതത്ര നന്നായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. കറിവേപ്പില വേഗം കേടാകുന്നതിന്റെ പ്രധാന കാരണം ഫ്രിഡ്ജല്ല, ഈർപ്പമാണ്. പലരും മരത്തിൽ നിന്ന് പറിച്ച ഉടനെ കഴുകി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. അതുതന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. കറിവേപ്പില കഴുകിയാൽ ഇലകളിൽ ചെറിയ തോതിൽ വെള്ളം ബാക്കിയുണ്ടാകും. ആ വെള്ളമാണ് പിന്നീട് പൂപ്പൽ വരാനും ഇലകൾ ചീഞ്ഞു പോകാനും. ഇനി ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കാം. പലരും കരുതുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ കറിവേപ്പില ദിവസങ്ങളോളം ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കും എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കറിവേപ്പിലയെ നശിപ്പിക്കുന്നത് ഫ്രിഡ്ജിലല്ല, ഈർപ്പമാണ്. മരത്തിൽ നിന്ന് പറിച്ച ഉടനെ കഴുകി നനവോടെ പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ആ ചെറിയ വെള്ളത്തുള്ളികൾ പിന്നീട് പൂപ്പലുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് 2-3 ദിവസത്തിനുള്ളിൽ ഇലകൾ കറുത്ത നിറമാകുന്നതും ചീഞ്ഞുപോകുന്നതും. അതുകൊണ്ട് കറിവേപ്പില സൂക്ഷിക്കുന്നതിലെ ആദ്യ നിയമം എന്താണെന്നറിയാമോ? ഇലകൾ പൂർണ്ണമായും ഉണങ്ങിയിരിക്കണം. വീട്ടിലെ മരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പറിച്ചെടുത്ത വൃത്തിയുള്ള ഇലകളാണെങ്കിൽ ഞാൻ സാധാരണ കഴുകാറില്ല. ഉപയോഗിക്കുന്ന സമയത്താണ് കഴുകുന്നത്. എന്നാൽ പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും കഴുകണം. പക്ഷേ കഴുകിയാൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം. ഒരു വൃത്തിയുള്ള തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ ഇലകൾ വിരിച്ച് നന്നായി ഉണങ്ങാൻ വിടണം. പുറമേ മാത്രം ഉണങ്ങിയാൽ പോരാ. തണ്ടിന്റെ ഭാഗത്തും ഇലയുടെ അടിയിലും വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും ബാക്കിയുണ്ടാകരുത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ കറിവേപ്പില കൂടുതൽ ദിവസം പുതുമയോടെ സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല രീതിയാണ് കാണിച്ചു തരുന്നത്. ഈ രീതിയിൽ സൂക്ഷിച്ചാൽ കറിവേപ്പില വളരെ കാലം ഉപയോഗിക്കാൻ കഴിയും. ആദ്യം നന്നായി ഉണങ്ങിയ കറിവേപ്പില തണ്ടിൽ നിന്ന് വേർതിരിക്കുക. തണ്ടോടുകൂടി സൂക്ഷിക്കാമെങ്കിലും ഇലകൾ മാത്രം വേർതിരിച്ചു വയ്ക്കുമ്പോൾ പിന്നീട് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമാണ്. ഇനിയൊരു ഫ്രീസർ, സിപ്ലോക്ക് ബാഗോ അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള എയർടൈറ്റ് കണ്ടെയ്നറോ എടുക്കുക. അതിലേക്ക് കറിവേപ്പില നിറയ്ക്കുക. പക്ഷേ ബാഗ് നിറയെ കുത്തി നിറയ്ക്കേണ്ടതില്ല. ഇലകൾ അമർന്നു പോകാതെ ഇരിക്കുന്ന രീതിയിൽ മാത്രം നിറച്ചാൽ മതി. അതിനുശേഷം ബാഗിനുള്ളിലെ വായു കഴിയുന്നത്ര പുറത്തേക്ക് അമർത്തി കളയുക. അകത്ത് വായു കുറവായിരിക്കുമ്പോൾ കറിവേപ്പില കൂടുതൽ നന്നായി സംരക്ഷിക്കപ്പെടും. അതിനുശേഷം ബാഗ് നന്നായി അടച്ച് നേരെ ഫ്രീസറിലേക്ക് വയ്ക്കുക. ഞാനൊരു ചെറിയ ടിപ്പ് കൂടി ചെയ്യാറുണ്ട്. ഒരേ വലിയ ബാഗിൽ സൂക്ഷിക്കാതെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയാണ് വെക്കുന്നത്. കാരണം ഒരിക്കൽ തുറന്ന ബാഗ് വീണ്ടും വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ അതിന്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കോ 10 ദിവസത്തിനോ വേണ്ട അളവിൽ ചെറിയ പാക്കറ്റുകളാക്കി വെച്ചാൽ ഉപയോഗിക്കാനും എളുപ്പമാണ്. കറിവേപ്പിലയും കൂടുതൽ നന്നായി സൂക്ഷിക്കാം. ഇപ്പോൾ മിക്ക ആളുകളും അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളെക്കുറിച്ച് പറയാം. ഈ ചെറിയ തെറ്റുകൾ കൊണ്ടാണ് കറിവേപ്പില വളരെ വേഗം കേടാകുന്നത്. ആദ്യത്തെ തെറ്റ്: നനവുള്ള കറിവേപ്പില നേരിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുന്നതാണ്. എത്ര നല്ല കണ്ടെയ്നർ ഉപയോഗിച്ചാലും ഇലയിൽ ഈർപ്പമുണ്ടെങ്കിൽ അത് അധികനാൾ നല്ല നിലയിൽ കിടക്കില്ല. രണ്ടാമത്തെ തെറ്റ്: ഒരേ ബാഗ് വീണ്ടും വീണ്ടും തുറക്കുന്നതാണ്. എല്ലാ ദിവസവും അതേ പാക്കറ്റ് തുറക്കുമ്പോൾ പുറത്തുള്ള ചൂടും ഈർപ്പവും അകത്തേക്ക് കടക്കും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി സൂക്ഷിക്കാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്.
മൂന്നാമത്തെ തെറ്റ്. ഫ്രീസറിൽ നിന്നെടുത്ത കറിവേപ്പില ഉരുകിയ ശേഷം ബാക്കി വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുന്നതാണ്. ഇതൊരിക്കലും ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കി അതുപോലെ തന്നെ ഫ്രീസറിലിരിക്കട്ടെ. നാലാമത്തെ തെറ്റ്. നനഞ്ഞ കൈകൊണ്ട് കറിവേപ്പില എടുക്കുന്നതാണ്. ചെറിയൊരു നനവ് പോലും പിന്നീട് പൂപ്പൽ വരാൻ കാരണമാകും. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, കറിവേപ്പില പ്ലാസ്റ്റിക് കവറിൽ വായു നിറഞ്ഞ നിലയിൽ സൂക്ഷിക്കരുത്. കഴിയുന്നത്ര വായു പുറത്തേക്ക് കളഞ്ഞ് അടച്ചാൽ മാത്രമേ അത് കൂടുതൽ ദിവസം നല്ല നിലയിലിരിക്കൂ. ഈ 5 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ കറിവേപ്പില പാഴാകുന്ന പ്രശ്നം വലിയൊരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ ഫ്രീസർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല രീതിയെക്കുറിച്ച് പറയാം. എല്ലാവരുടെ വീട്ടിലും വലിയ ഫ്രീസർ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ടതില്ല. കറിവേപ്പില നന്നായി കഴുകി പൂർണ്ണമായും ഉണങ്ങിയ ശേഷം നേരിട്ട് കനത്ത വെയിലത്ത് വെക്കാതെ നിഴലുള്ളതും നല്ല വായുസഞ്ചാരമുള്ളതുമായ സ്ഥലത്ത് വിരിച്ചു ഉണക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ ഇലകൾ നല്ലതുപോലെ ഉണങ്ങും. അതിനുശേഷം കൈകൊണ്ട് ചെറുതായി പൊടിച്ചോ മുഴുവൻ ഇലയായോ ഒരു വൃത്തിയുള്ള ഗ്ലാസ് കുപ്പിയിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സൂക്ഷിക്കാം. ഇങ്ങനെ സൂക്ഷിച്ച കറിവേപ്പില സാമ്പാർ, കറി, രസം, ചമ്മന്തിപ്പൊടി, കറിപ്പൊടി എന്നിവയിൽ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പുതിയ കറിവേപ്പിലയുടെ അതേ മണം കിട്ടില്ലെങ്കിലും അതിന്റെ രുചിയും ഗുണങ്ങളും നല്ല രീതിയിൽ നിലനിൽക്കും. ഇനിയൊരു ചെറിയ കാര്യം കൂടി പറയാം. കറിവേപ്പില ഉണക്കുമ്പോൾ പലരും നേരിട്ട് കനത്ത വെയിലത്ത് വയ്ക്കും. അങ്ങനെ ചെയ്താൽ ഇലയുടെ പച്ചനിറവും മണമണവും പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിഴലിൽ ഉണക്കുന്നതാണ് കൂടുതൽ നല്ലത്. നന്ദി കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ടത് കറിവേപ്പില വളരെ കാലം കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കറിവേപ്പില സൂക്ഷിക്കുന്നതിനു മുമ്പ് അത് പൂർണ്ണമായും ഉണങ്ങിയിരിക്കണം എന്നതാണ്. അതിനുശേഷം ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളും ഈ രീതി വീട്ടിലൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അതിന്റെ ഫലം എങ്ങനെയുണ്ടായെന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും വായിക്കാൻ എനിക്കെപ്പോഴും സന്തോഷമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. ഡ്രീം കിച്ചൻ ആൻഡ് ഗാർഡൻ ചാനലിൽ ഇത്തരത്തിലുള്ള കിച്ചൻ ടിപ്പുകൾ, ഗാർഡനിംഗ്, കൃഷി, വീട്ടുവളപ്പിലെ ഉപകാരപ്രദമായ അറിവുകൾ എന്നിവ സ്ഥിരമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കണും അമർത്തൂ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അവർക്കും ഈ വിവരം ഉപകാരപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ഉപകാരപ്രദമായ ടിപ്പുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.